പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി ക്രൂര കൊലപാതകം നടന്നത് 2025-ലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാനും വിസ്താരം പൂർത്തീകരിക്കാനും വിധി പറയാനും സാധിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇക്ബാൽ, ഇത്രയും നേരവും കോടതിക്കുള്ളിലാണ് ഉണ്ടായിരുന്നത്. ഇക്ബാൽ, ഈ വിധി പ്രസ്താവത്തിന്റെ തുടക്കം മുതൽ തന്നെ തൂക്കുകയർ എന്ന സൂചനകൾ കൃത്യമായി നൽകുന്നുണ്ടായിരുന്നു. കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടായത്? മാധു, അതായത് ഈ പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ നൽകുമെന്നുള്ള കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായിരുന്നു. കാരണം ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ജയിൽ അധികൃതരിൽ നിന്ന് കൃത്യമായി തന്നെയുള്ള റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും പിന്നാലെ തന്നെ ജില്ലാ നിയമസഹായ വേദിയുടെ അഭിഭാഷകരോട് ഈ ജയിലിൽ നേരിട്ട് ചെന്ന് ചെന്താമരയുമായി സംസാരിക്കുകയും അതിനുശേഷം ഇവരുടെ മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കോടതി കടക്കുമ്പോൾ തന്നെ നേരത്തെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഒരുപക്ഷെ ചെന്താമരയ്ക്ക് ഈ കേസിൽ പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകം നടത്തിയിട്ടുള്ള കൊടും ക്രിമിനലായിട്ടുള്ള ചെന്താമരയ്ക്ക് ഇപ്പോൾ വധശിക്ഷ തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലാതെയാണ് ശിക്ഷാവിധിയും കേട്ടുനിന്നത്. യാതൊരു രീതിയിലുള്ള കുറ്റബോധവും ഇന്നും ചെന്താമരയ്ക്ക് കോടതിയിൽ ഉണ്ടായിരുന്നില്ല. കാരണം കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു, അതിനുശേഷം പിന്നീട് ചെന്താമരയ്ക്ക് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളില്ല, അയാൾ മനഃപൂർവ്വം ഈ കൊലപാതകം നടത്തണമെന്നുള്ള രീതിയിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം നേരത്തെ നടത്തിയിരുന്നു. താൻ കോഴിക്കോട് ജോലി ചെയ്തിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന സഹപ്രവർത്തകരുമായി ഈ കൊലപാതകം നടത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, നാട്ടിലേക്ക് തിരിച്ച് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചെത്തിയപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ചില ചായക്കടയിൽ പോയി ചില ആളുകളോട് പറഞ്ഞിരുന്നു ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ അയാൾ തയ്യാറാക്കിയിരുന്നു. ഇതെല്ലാം പ്രതി കൃത്യമായി തന്നെ കൊലപാതകം നടത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള കുറ്റബോധവുമില്ല, പശ്ചാത്താപവും ഇല്ലാത്ത ഈ പ്രതിക്ക് പരമാവധി ശിക്ഷയായിട്ടുള്ള ഈ വധശിക്ഷ തന്നെ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി കടക്കുകയായിരുന്നു. 20 ലക്ഷം രൂപ പിഴയും ചെന്താമര അടക്കണം. കൊലപാതക കുറ്റം തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ സുധാകരനെ തടഞ്ഞു നിർത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതിക്ക് കോടതി ജയിൽ ശിക്ഷയും ഇപ്പോൾ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപ പിഴയും ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പ്രതിയെ ഒരിക്കലും പുറത്തു വിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സുധാകരന്റെ മക്കളുടെ പരാതി ഉൾപ്പെടെ കോടതി പരിഗണിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രതിക്ക് യാതൊരു രീതിയിലുള്ള കുറ്റബോധമില്ല എന്നുള്ള കാര്യം മാത്രമല്ല, നേരത്തെ കുറ്റക്കാരനാണെന്ന് കോടതി പ്രഖ്യാപിച്ചപ്പോൾ ആ സമയത്ത് കോടതിയോട് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചോളൂ, താൻ ഗാന്ധിജിയൊന്നുമല്ല, തൻ്റെ ഒരു കവിളത്തടിച്ചാൽ മറുകാരണം കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ല, അതുപോലെ തന്നെ തനിക്ക് നേരെ ഇനി ആരെങ്കിലും വന്നാൽ അവരെയും വകവരുത്തുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം ചെന്താമര നടത്തിയതെല്ലാം വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസിലെ ഏക പ്രതിയായിട്ടുള്ള ചെന്താമരയ്ക്ക് ഇപ്പോൾ വധശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഈ വധശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി പ്രതിഭാഗം പല രീതിയിലുള്ള കാര്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിക്ക് മാനസിക സമ്മർദ്ദമുണ്ട്, അതുകൊണ്ടാണ് പ്രതി ഈ കൊലപാതകം നടന്നു എന്ന് പോലീസ് പറയുന്നതിന് മുമ്പ് തന്നെ സ്വയം അവസാനിപ്പിക്കാൻ വേണ്ടി വിഷം വീട്ടിൽ വാങ്ങിവെച്ചെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിഭാഗം പറയുന്നു. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രതിഭാഗത്തിന് കോടതിയിൽ തെളിവ് സഹിതം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും കോടതി ഇന്ന് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം കോടതി പറയുകയും ചെയ്തു. ഇതിൽ ചെന്താമരയ്ക്ക് എതിരായ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ടുകളാണ്, ജില്ലാ ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ പ്രതിക്ക് ജയിലിലുള്ള സമയത്ത് യാതൊരു രീതിയിലുള്ള കുറ്റബോധം ഉണ്ടായിരുന്നില്ല, താൻ ചെയ്ത ഈ കുറ്റകൃത്യത്തിൽ ഒരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല ഈ പ്രതിക്ക്. മാത്രമല്ല, സഹ തടവുകാരോട് ഉൾപ്പെടെ ഒരു രീതിയിലും കാര്യങ്ങൾ സംസാരിക്കാതെ ഒരാളോട് ഒരു ജീവിതത്തിൽ ഒരു മയം തോന്നാത്തൊരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കോടതിക്ക് ലഭിച്ചിരുന്നു. ഈ റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഈ പ്രതിയായിട്ടുള്ള ചെന്താമരയെ തൂക്കുകയർ നൽകാനുള്ള ഒരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതിയെ ഇനിയും പുറത്തേക്ക് വിടുക അത് സമൂഹത്തിന് വലിയ രീതിയിലുള്ള ഒരു വിപത്താണ്. കാരണം ഈ സുധാകരൻ കൊല്ലപ്പെട്ടുള്ള സുധാകരനെയും സജിതയും മക്കൾക്ക് അത് വലിയ രീതിയിലുള്ള ഭീഷണിയാണ്. ആ നാട്ടുകാർ തങ്ങൾക്ക് ഭീഷണിയാണ് ചെന്താമര എന്നുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിച്ചിരുന്നു. ഏതായാലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി പ്രതിക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണ് എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലേക്കും പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കടന്നിരുന്നു. കാരണം നേരത്തെ സജിത കൊലക്കേസിൽ കോടതി വിധി പറയുന്ന സമയത്ത് ആ കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല, കാരണം ആ സമയത്ത് പ്രതി മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നില്ല എന്നുള്ളതായിരുന്നു കോടതി കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഈ ഇരട്ട കൊലപാതകത്തിൽ കോടതി ശിക്ഷ വിധിക്കുന്ന സമയത്ത്